ഞാൻ ചാലയിലെ പച്ചക്കറി കച്ചവടക്കാരനാണ്. ഒരു 3 വർഷമായിട്ട് ഇവിടെ ഈ ചവറ് വേസ്റ്റ് ഇത് പബ്ലിക് ടോയ്ലറ്റാണ്. അതിൻ്റെ പിറകുവശത്തെ ഈ ചവറിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടുപോകണം. 3 വർഷമായിട്ട് ഇത് നിലവിൽ ഇവിടെ സ്റ്റോക്കായി കിടപ്പുണ്ട്. ചവറ് വാരാനോ മാറ്റാനോ ഒരു സൗകര്യവും ഇല്ല. ഇത് മേളിൽ കയറണം. മേളിൽ കയറിയിട്ട് ഇത് വെള്ളം പോകാതെ മീൻകട മാർക്കറ്റിലെ വേസ്റ്റ് വെള്ളം വരുന്ന ഈ ഭാഗത്ത് കൂടിയാണ്. അപ്പോൾ ഇവിടെ ഈ ചവറ് മാലിന്യം വന്ന് കിടക്കുന്നതിൻ്റെ പ്രശ്നത്തിൽ ഈ വെള്ളം പോകാതെ ഇവിടെ കെട്ടിക്കിടന്ന് പൊതുജനങ്ങൾക്ക് മീൻ മേടിക്കാനോ പച്ചക്കറി മേടിക്കാനോ ഇതുവഴി വരാൻ പറ്റാത്ത അവസ്ഥയാണ്. മൂക്കും പൊത്തി വരേണ്ട ഒരു അവസ്ഥയാണ്. ദാ കാണുന്നതാണ് ഞാൻ പച്ചക്കറി ചെയ്യുന്ന സ്ഥലം. 3 ചാക്കോ 4 ചാക്കോ വിൽക്കുന്നതാണ്. വെളുപ്പിൽ 4 മണിക്ക് വരുന്നതാണ്. ഈ സമയം വരെ ആയിട്ടും എനിക്ക് ഒരു ചാക്ക് എടുത്തിട്ട് വിൽക്കാനോ എടുക്കാനോ പറ്റാത്ത ഒരവസ്ഥയാണ്. പൊതുജനങ്ങൾ വരുന്ന മെയിൻ വഴിയാണ്. പച്ചക്കറി കടയിലോ മീൻ മേടിക്കാനോ വരുന്ന ഒരു വഴിയുടെ അവസ്ഥയാണിത്. ഈ വേസ്റ്റ് ഇവിടുന്ന് മാറാനോ എടുക്കാനോ ഒരു സംവിധാനം ഇല്ലാതെ 3 വർഷമായിട്ട് കിടക്കുകയാണ്. ഇപ്പം നിലവിൽ ഈ വെള്ളം പോയാൽ മാത്രമേ മീൻകടയിലെ മാലിന്യ വെള്ളങ്ങൾ പോകാനുള്ള സംവിധാനമുള്ളൂ. തൊഴിലാളി ദിനമായിട്ട് തൊഴിലാളികൾക്ക് കച്ചവടം ചെയ്യാനോ അവർക്ക് അവരുടെ സാമ്പത്തികമായിട്ടുള്ള വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഇവിടെ പച്ചക്കറി കച്ചവടം ചെയ്യാനോ വാങ്ങുവാനോ മൂക്കും പൊത്തി വരേണ്ട ഒരു അവസ്ഥയാണ്. കച്ചവടം നിലവിൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറിയാൽ മാത്രമേ ഈ ചാലക്കടയിൽ പിന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. മെയിനായിട്ട് വെള്ളം പോകാനുള്ള ഇത് എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. രണ്ടാമതായി ഈ വേസ്റ്റ് മാറുന്നില്ല. 3 വർഷത്തിന് മേളിലായി ഇതിവിടെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്. ഇത് പബ്ലിക് ടോയ്ലറ്റാണ് ഈ ചാല മാർക്കറ്റിലെ. ഇതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ആകെ ഒരെണ്ണം ഇതിൽ യൂസേഡ് ഉള്ളൂ. 8 ബാത്റൂം ഉള്ളതാണ്. 2 കുളിപ്പുരയും 5 ബാത്റൂമാണ്. ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം മാലിന്യം ഇത് വേസ്റ്റ് ഇതിൽ കെട്ടിക്കിടക്കുകയാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. അത് മാലിന്യം ഇതൊന്ന് നോക്കണം. ഒന്നും പ്രയോജനയോഗ്യമായിട്ടുള്ള ഒരു ബാത്റൂമും ഇല്ല. എല്ലാം വേസ്റ്റ് ഇതിൽ കെട്ടിക്കിടക്കുകയാണ്. ആ ഒരു അവസ്ഥയാണ്. ഇതൊക്കെ നോക്കണം. ഇതാണ് ഈ ബാത്റൂമിൻ്റെ അവസ്ഥ. പബ്ലിക് ടോയ്ലറ്റാണ്. ഇതാണ് ഈ ബാത്റൂമിൻ്റെ അവസ്ഥ. പൊതുജനങ്ങൾ പോകുന്നതും കച്ചവടക്കാരും കൂലിക്കാരും യൂസ് ചെയ്യുന്ന ഒരു ബാത്റൂമിൻ്റെ അവസ്ഥയാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഒന്നും വൃത്തിയാകുന്നില്ല. ഇതാണ് മീൻ മാർക്കറ്റിനകത്തുനിന്ന് വരുന്ന വെള്ളം ആദ്യം വരുന്ന ഒരു ലൈന്. ഈ ലൈനിൻ്റെ അവസ്ഥ നോക്കണം. വെള്ളം പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വൃത്തിയായാൽ മാത്രമേ വെള്ളം പോകുകയോ മൂക്കും പൊത്തി വരുന്ന അവസ്ഥയാണ്. മൂക്ക് പൊത്താതെ പോകുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വൃത്തിയായാൽ മാത്രമേ നടന്ന് വരാനോ എടുക്കാനോ പറ്റുകയുള്ളൂ. ഈ ബാത്റൂമിനകത്തുകൂടിയാണ് മീൻ മാർക്കറ്റിലെ വെള്ളം മെയിനായിട്ട് പാസ് ചെയ്ത് പോകുന്നത്.